യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് ദീപ, മറ്റ് സാരഥികൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ കർമ്മയോഗികളായ പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്നൊരു വലിയ പ്രസംഗത്തിൻ്റെ പ്രസംഗത്തിലും സഖാവ് വളരെ വിശദമായി നാം പിന്നിട്ട വഴികളെക്കുറിച്ചൊക്കെ നിങ്ങളോട് വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചെറിയൊരു അനാരോഗ്യ പ്രശ്നമുണ്ട്, ചെറിയൊരു ശ്വാസം മുട്ടിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പഴയ പോലെ ഒരു തുറന്നടിച്ചുള്ള വർത്താനൊന്നും പറയാൻ പറ്റാത്തൊരു ആരോഗ്യസ്ഥിതിയുണ്ട്. 1994 നവംബർ 25 വർഗസമര പോരാട്ടത്തിൻ്റെ ചരിത്രപത്രങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ദിനമായി മാറിയത് വെറുതെ ഒരു യുവജനത്തേക്ക് സമരം ചെയ്യാൻ വേണ്ടി സമരം ചെയ്തതല്ല. അത് നൂറ്റാണ്ടിലെ വരേണ്യവർഗ സാമ്രാജ്യത്വത്തിനോടും അതിൻ്റെ നാടുവാഴികളോടും അവർ ഭരിച്ച കാലത്ത് പോരാടി നാം നേടിയ വിദ്യ എന്ന് പറയപ്പെടുന്ന അറിവിനെ അതിനെ തൂക്കി വിൽക്കുന്ന ഒരു മാർക്കറ്റായി നമ്മുടെ ഈ കേരളത്തെ മാറ്റാൻ അന്ന് ഭരിച്ച ഭരണകൂടം ശ്രമിച്ചപ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ യുവശക്തി അത് അരുതാത്തതാണ്, അങ്ങനെ പാടില്ല. ആ സമരം പ്രഖ്യാപിച്ചപ്പോൾ, ആ സമരം ചെയ്യുമ്പോൾ നമ്മുടെ സഖാക്കളുടെ മനസ്സിലൂടെ ഓടിപ്പോയ ഒരു ചിത്രമുണ്ട്. കുടമണി കുടുക്കി പാഞ്ഞ ഒരു വെല്ലുവണ്ടിക്ക് മുകളിൽ തലകുനിക്കാത്ത ഒരു ദളിതൻ്റെ കയ്യിൽ മാറുമറയ്ക്കാത്ത കുപ്പായമിടാത്ത ഒരു കൊച്ചു തോർത്തുമുണ്ടെടുത്തൊരു 13 വയസ്സുകാരി, കറുത്ത നിറമുള്ള 7 അഴകുള്ള പ്രിയപ്പെട്ട പഞ്ചമി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ ഒരു ടമ്പിളത്തിനടുത്തുള്ളൊരു നാടുവാഴിയുടെ മുൻപിൽ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞുമോൾക്ക് അറിവ് വേണമെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ്റെ മറുപടി, നിന്റെ വർഗം പഠിക്കാനുള്ളതല്ല, മരിക്കാനുള്ളതാണ്. എൻ്റെ കൃഷിപാടം വിത്തിട്ട് അത് മുളച്ചു വന്നാൽ അത് കിളികൾ കൊത്താതെ നോക്കാൻ, കാവൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവിടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അത് കതിരാകുമ്പോൾ കൊയ്ത് തായം നിറയ്ക്കുക, 2 കുട്ടികൾ വിശന്ന് കരയുമ്പോൾ അത് കുത്തിച്ചേറി ഞങ്ങൾക്ക് നല്ല അന്നം തരിക, ഇതിൻ്റെ തവിട് കലക്കി പശുവിന് കൊടുക്കുക, പശു കുടിച്ചതിൻ്റെ ബാക്കി നിൻ്റെ മക്കൾ കുടിച്ച് പട്ടിന് കിടന്ന് ചത്തുരുളുക. അല്ലാതെ അറിവ് നേടാനല്ല, അതൊന്നും പറ്റില്ല. നീ അറിവ് നേടിയാൽ എൻ്റെ മകന് കുടപിടിച്ച് കൊടുക്കാൻ ആരാ ഉണ്ടാവുക? എൻ്റെ ചെരുപ്പ് കൊണ്ട് നടക്കാൻ ആരാ ഉണ്ടാവുക? അതുകൊണ്ട് ദളിതൻ അടിമ എന്നും അടിമയാവണം. അന്നാണ് അത് അടിമയുടെ നാവിൽ നിന്നൊരു വർഗസമര പോരാട്ടത്തിൻ്റെ കാഹളം മുടങ്ങിയത്. എങ്കിൽ തമ്പുരാൻ്റെ പാഠം വിളയില്ല. അങ്ങനെ വിളയുന്ന പാടത്തു നിന്ന് അറിവിൻ്റെ കതിർ കൊയ്ത ഒരു കൊച്ചു കേരളം. 1956 കേരളം പറതി കൊള്ളുന്നത് നമുക്കറിയാം. നിരവധി പോരാട്ടങ്ങളിലൂടെ തിരുകൊച്ചി, മലബാറൊക്കെ രൂപപ്പെട്ട ഒരു വ്യത്യസ്ത രീതിയിൽ ഭിന്നിച്ചു കിടക്കുന്നതിനെല്ലാം ഒരു ഭാഷ സംസാരിക്കുന്ന എന്ന രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ കേരളത്തെ 56 ഈ കൊച്ചു കേരളം ഗർഭിണിയായിട്ട് കേരളം പ്രസവിച്ചത് ചുറ്റികൈ മരിവാളും കതിരുമുള്ള വീച്ചം കുടിയെ. അച്ചൻകുടി നയിച്ച് ഭരിക്കാൻ പൂണൂലും കൊടുമയും വഴിച്ചൊറിഞ്ഞ് കാലത്തിൻ്റെ തെരുവിലെറിഞ്ഞ് അടിയാളിനെ നെഞ്ചോട് ചോർത്ത് പിടിച്ച് 7 വലം കൊടിയിൽ കുടിയും കെട്ടിയ ബുക്ക് കൊണ്ട് കാലത്തെ മാറ്റിയ ബുക്കില്ലാത്ത കേരളത്തെ ശ്രമിച്ച സഖാവി MS. ജനം മുഴുവൻ ആ തൊടിയെ 1956 ഒരു നാടകം കളിച്ചിരുന്നു കേരളത്തിൽ. ഞാൻ നാടകക്കാരനായതുകൊണ്ടാണ് അതെനിക്ക് വേഗം ഓർമ്മ വരുന്നത്. കൊല്ലം ജില്ലയിലെ ചവറയിലെ തട്ടാശ്ശേരിയിൽ കെട്ടി ഉയർത്തിയ ഒരു സ്റ്റേജ്. നാടകം എഴുതിയ ആൾ ജയിലിൽ, എഴുതിയ ആളെ പേര് സോമൻ. നാടകം കളിച്ചതിൽ സ്വധർമ്മയുണ്ട്, KPSC കൃഷ്ണപിള്ളയുണ്ട്, ഖാനുണ്ട്,
സുലോചന ചേച്ചിയുണ്ട്, കാമ്പശ്ശേരി കരുണാകരനുണ്ട്, ഓമാധവനുണ്ട്. ആ നാടകം തുടങ്ങുമ്പോൾ നാലുപാടും പോലീസ്, അതിനേക്കാൾ ജനങ്ങൾ, ഭരണകൂടവും ജനവും മുഖാമുഖം നിൽക്കുന്ന ഒരു നാടകവേദി. ആദ്യത്തെ പാട്ട് ഉയർന്നു, ബലികുടീരങ്ങളെ. പാട്ട് കേട്ടപ്പോൾ ആർത്തിരമ്പി വന്ന ജനം അലകടൽ പോലെ ഇരമ്പാൻ തുടങ്ങിയവർ. പോലീസുകാരുടെ മുഷ്കുകൾ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. മകുടി ഊതിയ പാമ്പിൻ തൊട്ട് തലയാട്ടി നിന്നു പോലീസുകാരൻ. ആ നാടകം തുടങ്ങുമ്പോൾ ആ നാടകത്തിലൊരു രംഗമുണ്ട്. പയ്യോളിയിലൊക്കെ കളിച്ചിട്ടുണ്ട് ആ നാടകം. ഡിവൈഎഫ്ഐയുടെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ നാടകം. ആ നാടകത്തിൽ പരമുപിള്ള എന്ന് പറയപ്പെടുന്ന പഴയ ഒരു ജന്മി, തകർന്നു പോയൊരു ജന്മി, ഒരു ഓലമടലുമായി സ്റ്റേജിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. അതിൽ ഓല വീഴുക എന്ന് പറയുന്നത് ഒരു തകർച്ചയുടെ എംബ്ലമാണ്. നാടകത്തിൽ ആധുനികതയുടെ പേരിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ പരമുപിള്ള ഉയർത്തെഴുന്നേൽക്കൊരു സമയമുണ്ട് ആ നാടകത്തിൽ. അതിലെ മാലയും പിന്നെ അതവളെ അച്ഛൻ, പ്രിയപ്പെട്ട മാലയുടെ സഖാവ് മാലയുടെ അച്ഛൻ കറുമ്പനും ഇന്ന് ഈ കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ മാറ്റം കുറിച്ച് ചൊങ്കുടി ഉയർത്തിപ്പിടിക്കുന്നു. പരമപിള്ള പറയുന്നുണ്ട്, ഇങ്ങ് താ മക്കളെ, ആ കുടി ഇങ്ങ് താ, ഞാനതൊന്ന് ഉയരത്തിൽ പൊക്കി പൊക്കി പിടിക്കട്ടെ. എണ്ണമറ്റ മനുഷ്യ വിമോചന പോരാട്ടത്തിൻ്റെ സമരപഥങ്ങളിലെ കഴുകുമരങ്ങളിലും മണത്തിട്ടകളിലും വെടിയുണ്ടകൾക്ക് മുമ്പിലും ചാട്ടവാറക്കടിയിലും ജന്മിയുടെ ചവിട്ടടികൾക്കിടയിൽ കിടന്ന് പിടഞ്ഞ് ചോര ഒഴുകിയ ഒരു ജനതയുടെ വീടുകൊണ്ട് നിണം കൊടുത്ത് പകർന്ന് തുന്നിക്കെട്ടി ഈ ചെങ്കൊടി അധികാരത്തിൻ്റെ വൃത്താകാരത്തിൽ ഉയർന്നു പൊങ്ങിയപ്പോൾ, ആ കൊടി ഉയർന്നപ്പോൾ അവിടെ കൂടിയ തട്ടാശ്ശേരിയിലെ തിയേറ്ററിൽ കൂടിയ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, മണ്ണ് വേണം ചാത്തൻ പുലയന്, അറിവ് വേണം ഇവിടുത്തെ ദളിതന്, അന്തി ഉറങ്ങാൻ കൂരയും ഒക്കെ വേണം അവന്. പറന്നു വീണ കുഞ്ഞ് സഖാവ് EMS എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യത്തെ പ്രഖ്യാപനം, അടിമകളില്ലാത്ത ഒരു നാട്. ഒരു കുലച്ചു വീണ വാഴയുടെ കൊലയും തമ്പുരാന് കൊടുക്കരുത്. ഒരു കൗമാരസമുള്ളൊരു പെൺകുട്ടിയെയും നാടുവാണ തമ്പുരാന്റെ കടപ്പറയിലെ നാലുകെട്ടിനകത്തേക്ക് ദാനം ചെയ്യരുത്. ഇവിടത്തെ ഒരാളും അടിമയായി ജീവിക്കരുത്, ഉടമയാവണം. അതിൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെ കടന്നു വന്ന് അങ്ങനെയാണ് ഈ കേരളം ഇന്ന് കാണുന്ന അറിവിൻ്റെ വലിയ കേന്ദ്രമായി മാറിയത്. കുരുട്ടമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട് നാടകം കളിക്കാൻ, കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പഞ്ചമിയെയും പ്രിയപ്പെട്ട അയ്യങ്കാളിയുടെയും ആ വില്ല് വണ്ടി. അതിനൊരു പുഷ്പം വെച്ചിട്ടുണ്ട് ഞങ്ങളെ നാടക ടീമും, അല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരി അണിയറ രാഷ്ട്രപിതാവ് നാടകം കളിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു വരാൻ കാരണം, അങ്ങനെയൊക്കെ നേടിയെടുത്ത വിദ്യാഭ്യാസമാണ് ഒരിക്കൽ കരുണാകരാദികൾ ഭരിക്കുമ്പോൾ ഈ ലേലത്തിൽ വിൽക്കുന്ന വസ്തുവിനെ പോലെ വിദ്യാഭ്യാസം വിൽക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പഴയ തലമുറയിലെ സഖാക്കൾ പകർന്നു കൊടുത്ത ഇന്നലെയുടെ ചരിത്രം നെഞ്ചേറ്റിയ യുവാക്കൾ അരുത്, ഇത് അപകടകരമാണ് എന്ന് പറഞ്ഞൊരു പ്രതിഷേധത്തിന് ഒരു നിറവുമില്ലാത്ത, എന്നാൽ പ്രതിഷേധത്തിൻ്റെ നിറമുള്ള ഒരു കറുത്ത കൊടിയുമായി കൂത്തുപറമ്പിലെ സഖാക്കൾ അവിടെ ഒരു ബാങ്കിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വന്ന അന്നത്തെ മന്ത്രി MV രാഘവനെ ഒന്ന് കൊടിപിടിച്ചത്. അതിനാണ് അവിടെ വെടിയുണ്ടായത്. ഞങ്ങളെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അറിവിന് വേട്ടയാടരുത്, അതിന് MV രാഘവനെ പോലെ ഒരാൾ കൂട്ടു നിൽക്കരുത്. കാരണം MVക്ക് രാഷ്ട്രീയത്തിൽ മറ്റൊരു ചരിത്രമുണ്ട്, പിന്നീട് മാറിയെങ്കിലും. മാടായി രാഘവൻ എന്നാൽ ഒരു കാലം കേരളം വിറച്ചൊരു പേരാണ്. അദ്ദേഹമാണ് ഈ ഒരു ഭരണകൂടത്തിലെത്തിയപ്പോൾ ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിന്നത്. അതിനെയാണ് ആ സഖാക്കൾ എതിർത്തത്. അതാണ് പ്രിയപ്പെട്ട ഷബിലാലും റോഷനും മധുവും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒക്ടോബറിൽ 30 വർഷം കിടന്ന കിടപ്പിൽ നിന്നും ചെരിയാൻ കഴിയാതെ ദേശാഭിമാനി നെഞ്ചിൽ വെച്ച് വരുന്നവരോടൊക്കെ സ്നേഹത്തോടെ പുഞ്ചിരി പൊഴിച്ച് രാജ്യത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും കിടന്ന കിടപ്പിൽ കണ്ടിട്ട് ഒടുവിൽ 5 പേരോടൊപ്പം ലയിച്ചു ചേർന്ന രക്തസാക്ഷിയുടെ അമരത്വത്തിലേക്ക് നീങ്ങിയ സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള സഖാക്കളുടെ ഓർമ്മദിനയുടെ പേരാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി എന്ന് പറയപ്പെടുന്നത്.
കൂത്തപ്പറമ്പിലേക്ക് ഒഴുകിയെത്തിയ ലോക ജനതകൾ ഒരുപാട് പേരാണ്. ഇങ്ങനെയും ഒരു നേതാവും ഇങ്ങനെയും ഒരു യോദ്ധാവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പലവട്ടം പോയിട്ടുണ്ട് സഖാവ് പുഷ്പൻ സഖാവിനെ കാണാൻ. കിടറുമ്പോൾ തളരുമ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ യുവത്വത്തിന് എന്തെങ്കിലും മങ്ങൽ വരുമ്പോൾ പോയി കാണേണ്ടുന്ന ദേവാലയം പുഷ്പൻ്റെ വീടാണ്. ആ സഖാവിനെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കണ്ണിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചിത്രമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വാസുവേട്ടൻ KV വാസു, പ്രിയപ്പെട്ട സഖാവ് റോഷന്റെ പിതാവ്. ഒരിക്കൽ നീലേശ്വരത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് തിരുവനന്തപുരത്ത് വരുന്നത് പ്രിയപ്പെട്ട സഖാവ് വാസുവേട്ടനാണ്. അന്ന് ഇതുവഴി ഇവിടുത്തെ പ്രിയപ്പെട്ട സഖാവ് എന്നെ വിളിച്ചതുപോലെ നീലേശ്വരത്തെ സഖാക്കൾ വിളിച്ചിട്ട് സഖാവ് അമ്മദക്ക് ഇവിടെ ഒന്ന് 2 മിനിറ്റ് പ്രസംഗം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ചരിത്രമൊന്നും അറിയില്ല, എന്താണ് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം സഖാക്കൾ ഇങ്ങനെ നാലുപാടും നോക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ടിയുടെ ഏതെങ്കിലുമൊക്കെ നേതാവ് വരുമായിരിക്കും. അപ്പോഴാണ് വളരെ താഴ്ചയുടെ കൈയുള്ള ഒരു കൈ അങ്ങനെ പൊന്താത്ത ഒരു സഖാവ് ഒരു സഞ്ജീവം നോക്കി ഇതിൻ്റെ ഈ കോണി കയറി വരുന്നത്. അപ്പം വരുമ്പോൾ എന്നോട് സഖാക്കൾ ചോദിച്ചു, അമ്മക്ക് മനസ്സിലായില്ല അത് റോഷൻ്റെ അച്ഛനാണ്. എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തനിയെ വീണു അത്. കാരണം നാടിൻ്റെ ധർമ്മയുദ്ധത്തിന് വേണ്ടി വീട് കൊടുത്ത ഒരു പിതാവിനെ കാണുമ്പോൾ ഞാൻ എത്ര വലിയ പ്രമാണിയായാലും ആ പുകയൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നെ സഖാഫ് എന്നെ ചേർത്തിട്ട് കൂടി എന്നോട് ദക്ഷിണാമൂർത്തി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദിനെ ഒന്ന് പരിചയപ്പെടാൻ, മൂർത്തി മാഷയുടെ ഒക്കെ കുട്ടിയാണ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അഭിമാനത്തോടെ പറഞ്ഞു, സത്യമാണ്. കേളുകെട്ടൻ്റെ മൂർത്തി മാഷയുടെ കേരളീയൻ്റെ ഒക്കെ കാൽപ്പാട് പറഞ്ഞൊരു മണ്ണെന്ന് വളർന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ നീലേശ്വരത്ത് അന്ന് പരിപാടിക്കെല്ലാം പോയി. പരിപാടിക്ക് ചെന്നപ്പോൾ ഉണ്ടായ ഒരുപാട് സംഭവമുണ്ട് അവിടെ. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വാസുവിനെ കാണുമ്പോൾ കരയാൻ തുടങ്ങി. ഞങ്ങൾ പ്രസംഗ പീഠത്തിലേക്ക് കയറിയപ്പോൾ 5 മക്കൾ 5 ചുവന്ന റോസാപ്പൂ കൊണ്ടെത്തുന്നു. വാസുവേട്ടൻ ആ റോസാപ്പൂ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, ഇവർക്ക് വെടിയേറ്റു, ഒരു മരിച്ചു എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഭാര്യയ്ക്കറിയില്ല. ആ കഥ ഞാൻ പിന്നെ പറയാൻ മുഹമ്മദിനോടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുറപ്പെടാൻ നോക്കുമ്പോൾ സഖാവ് എന്നോട് തലശ്ശേരിയിലെ സഖാക്കൾ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ചടയൻ പറഞ്ഞു, നീ വരണ്ട സഖാവ് വാസു, ഞാൻ വരും, എനിക്ക് അവരെ കാണും. അവർ പോയിന്ന് എനിക്കറിയാം, എൻ്റെ ഭാര്യയ്ക്കറിയില്ല. ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി ആ പ്രദേശത്ത് ഒരുപാട് കരുതൽ സഖാവ് നടത്തിയിട്ടുണ്ട്. ആകാശവാണി എന്ന് വരുന്ന വാർത്തകൾ വരാതിരിക്കാൻ വയറ് വലിച്ചു, TV-യുടെ കണക്ഷൻ ഓഫാക്കി. ബസ്സോട്ടം നന്നായി വലിക്കും, ഞാൻ നേരത്തെ സാക്ഷിയാണ്. ബസ്സോട്ടൻ ആസ്പത്രിയിൽ പോയി 5 റോസാപ്പൂ 5 പ്രിയപ്പെട്ട സഖാക്കളുടെ ഇടങ്കഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ചേച്ചി ചോദിച്ചു, എന്താ? ബസ്സോട്ടൻ മറുപടി പറഞ്ഞു, ഒന്നുമില്ലടോ, ചെറിയൊരു വെടിയുടെ ചീള് കാലിൻ്റെ താഴെ മടമ്പിൻ്റെ താഴെ പോയതാണ്, വേറൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. യേശു പറഞ്ഞു, ചായ കഴിക്കാതെ അമ്മ പോയത്. കാരണം അനീതി നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നതല്ല. നമ്മൾ ഈ ജാതിയെല്ലാം വരുമ്പോൾ കുപ്പിവെള്ളമെല്ലാം കൂട്ടൂലേ, അതെല്ലാം വേണം കേട്ടോ, നിങ്ങളൊന്നും തൊണ്ട പൊട്ടണ്ട. പക്ഷേ റോഷൻ്റെ അല്ലെങ്കിൽ അവരൊന്നും അന്ന് ചായ കുടിക്കാണ്ട കൂടിയത് ഈ വിവരം കേട്ടപ്പോൾ. കാരണം തങ്ങളുടെ പൂർവികർ നേടിയ അറിവിനെ കൊലയാളികൾ വിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെതിരെ പോയതാണ്. അന്നേരം വെള്ളമല്ല തൂക്കുക. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ചായ റെഡിയാക്കി വെക്കാം. ഒരിക്കലും തിരിച്ചു വരാത്ത മകന് ബലിക്കാക്കൊക്കെ ചോറ് വെക്കുന്നത് പോലെ ഒരു ജഗ്ഗിൽ ചായയും അല്പം ദോശയും അല്പം ചമ്മന്തി കുടിച്ച് വെച്ച് കാണുകയാണ് ജന്മം കൊടുത്തൊരു പിതാവ്. ഇടറാതെ നിൽക്കുക. ഒരുപാട് കട്ടൻ ചായ കുടിച്ചു. വാസോട്ടം പറയാൻ എന്നോട് ഒരുപാട് സിഗരറ്റ് വലിച്ചു. കുറേ നേരം കഴിഞ്ഞ് ഒരു 12-10 മണി അപ്പോഴേക്കും നാടെല്ലാം അറിഞ്ഞ് ഇരമ്പി മറിയുന്നുണ്ട്. പക്ഷെ ആ വീട് അറിഞ്ഞ് അതാണ് കമ്മ്യൂണിസ്റ്റുകാരനായ വാസുവേട്ടൻ്റെ ഒരു കരുതൽ. അങ്ങ് അടുപ്പിച്ച് കണ്ടാൽ അമ്മയെ പിടിച്ചാൽ കിട്ടൂല. അതാണ്. കുറച്ച് കഴിഞ്ഞപ്പം യേശു ചോദിച്ചോളൂ ഇത്രേ എന്നോട് പറയുകയും ചെയ്തു, വാസുവേട്ടൻ നമുക്ക് സ്മൃതിപർവം എന്നൊരു നാടകം എഴുതണം. നമുക്ക് മുരളിയേട്ടനോട് പറയണം വാസുവേട്ടൻ. അതാണ് ആ സമ്മേളനത്തിൻ്റെ നഗരിക്ക് ആ പരിപാടിക്കിട്ട പേരതായിരുന്നു, സ്മൃതിപർവം. ഞാനിത് മുരളിയേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്, അങ്ങനെ ഒരു നാടകം വേണം, എഴുതുമായിരിക്കും മുരളിയേട്ടൻ. അപ്പോൾ ഇത് കാണാൻ വാസുവേട്ടനില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനി ചായ കുടിക്കലുണ്ടാവില്ല, ചോറ് വെക്കാം. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട റോഷനെ വെച്ച ആ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള സ്ഥലത്തുള്ള ഒരു കദളിവാഴയുടെ തൈയിൽ നിന്ന് 2 വാഴയില പറിച്ച് കൊണ്ടുവന്ന് ചോറ് വേഗം തണച്ചു തിന്നാൻ മകന് ഇലയും വെച്ച് കാത്തിരുന്നു ഒരമ്മ.
വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വാസുവേട്ടനോട് ചോദിച്ചു, എന്താ സഖാവേ നിങ്ങൾ മറച്ചു പിടിക്കുന്നതെന്ന്. എല്ലാ ധൈര്യവും സംഭരിച്ച് എൻ്റെ മകനെ തിരിച്ചു വിളിച്ചിട്ട് വരുമെങ്കിൽ നിങ്ങളുടെ സമരപ്പത്തിൽ കൊണ്ടുകടത്തും ഞാൻ എന്ന് പറഞ്ഞ KV വാസു എന്ന വിപ്ലവകാരി തൻ്റെ ഭാര്യയോട് പറഞ്ഞു. 5 പേരങ്ങ് പോയടോ. അത് പറഞ്ഞു തീർക്കാൻ പ്രിയപ്പെട്ട KV വാസുവിനടുത്തൊരു സമയമുണ്ട് സഖാക്കളെ. ഞാൻ നിങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ കസേരയിൽ നോക്കിയിരുന്നു, എന്താ നിങ്ങൾ ഇരിക്കാത്തത് എന്നാണ്. പറഞ്ഞിരുത്തേണ്ടതല്ല ഇങ്ങനത്തെ ഒരു സമരമുഖങ്ങളും, വന്നിരിക്കേണ്ടതാണെന്ന്. ഇത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല, എവിടത്തെ ഒരു സമരം ചെയ്തവർക്ക് വേണ്ടി ആയിരുന്നില്ല. നേരത്തെ സഖാവ് പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടിയാ. ഉണ്ടുറങ്ങാൻ, ഉടുത്തുറങ്ങാൻ, വഴി നടക്കാൻ, പഠിക്കാൻ, എൻ്റെതെന്ന് പറയാൻ, ഞാനെന്ന് പറയാൻ, നമ്മളെന്ന് പറയാൻ, ആകാശത്തിന്റെ മേൽക്കൂരയല്ലാത്തൊരു മേൽക്കൂര വേണം, താമസിക്കാൻ ചാത്തൻ പുലയുന്ന മണ്ണ് വേണം എന്ന് വിഭാവനം ചെയ്തതല്ല, കിനാവ് കണ്ടതല്ല, കണ്ട കിനാവുകളെല്ലാം യാഥാർത്ഥ്യമാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് 5 പേർ, പിന്നീട് പുഷ്പൻ ചേർന്ന് 6 പേർ ഋതുക്കളിൽ പൂക്കൾ പൊടിയുന്നത് പോലെ മണം പിരിഞ്ഞ് സുഗന്ധം പൂശി തീരുന്നതിന് മുൻപേ നിങ്ങളുടെ മക്കളുടെ അറിവ് തട്ടിയെടുക്കുന്ന കഴുകന്മാർക്കെതിരെ ഉയരുകൊണ്ട് പൊരുതിയവരുടെ പേരാ കൂത്തുപറമ്പിലെ രണധീരന്മാർ. ആ സഖാക്കളെ ഓർക്കുക എന്നത്, ആ സഖാക്കളെ മറക്കാതിരിക്കുക എന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ബാക്കിയൊക്കെ ഡിവൈഎഫ്ഐയുടെ കർമ്മധീരായ എൻ്റെ പ്രിയ സഖാക്കളോട് പറയും. ഈ റോഷൻ്റെ ഈ നമ്മുടെ പ്രിയപ്പെട്ട ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ നന്ദി പ്രകാശ്, ഞങ്ങൾ 2 പേരും നമ്മുടെ അങ്കമാലി നാടക നിലയത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു കൊല്ലം ഷിബുവിൻ്റെ വീട്ടിൽ, ഷിബുലാലിൻ്റെ ഓർമ്മ ദിനത്തിന് കളിച്ചത് ഞങ്ങളുടെ നാടകമാണ്. ഇന്നലകളെ മറക്കരുത് എന്ന നാടകത്തിൻ്റെ പേര്. അപ്പം ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ ഒരു ചായയെല്ലാം കുറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സഖാവ് ഷിബുലാലിൻ്റെ വീട്ടിലേക്ക് പോകാം, പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞുമോൾ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. ആ മരണത്തിന് ശേഷം ആ മോളെ മനസ്സ് ശരിയായിട്ടില്ല, ഒരനിയത്തി കുട്ടി. നന്ദിയോട് ഞാൻ പറഞ്ഞു പോവുക നമ്മൾ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. പുഷ്പൻ്റെ വീട്ടിൽ, സഖാവിൻ്റെ വീട്ടിൽ 3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ആദ്യത്തേത് പോയത് ഞാനും ഇപ്പോഴത്തെ കൂത്തുപറമ്പിലെ യൂത്തിൻ്റെ സഖാക്കളൊക്കെ ആയി ഇക്ബാൽ ഇവർക്കുണ്ട്. അപ്പോൾ ധനഞ്ജയേട്ടൻ പറഞ്ഞാണ് അവിടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ 1-2 സ്ഥലത്ത് ചില വർത്തമാനം പറയാൻ പോകണം എന്നോട്ട് ചെന്നതായി. വന്ന് എന്നോട് ഈ പരിപാടി പോവുക. നമ്മൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ പോവുക സഖാവിനെ കാണാൻ. അവിടെ ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മ ഒരു ഓല മോഡൽ ഇങ്ങനെ ചെല്ലുന്നു. എൻ്റെ കയ്യിലൊന്നും ഫോണൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ പകർത്തി വെക്കുകയാണ്. അമ്മ ഞങ്ങളോട് പറയുന്നത് മക്കളിരിക്കുന്ന. ഞങ്ങൾ ഈ ചെരുപ്പ് ഊരിയലാടെ വെച്ച് ചെന്നു. കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ പിന്നീട് നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥ. 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് ഈച്ച വീണാൽ വേദന സഹിക്കാൻ കഴിയാത്ത, കല്യാണം കഴിച്ചിട്ടില്ലാത്ത, പ്രണയിച്ചിട്ടില്ലാത്ത, ജീവിതത്തെക്കുറിച്ച് കിനാവ് കണ്ടുവന്ന ഒരാൾ 30 വർഷം. നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം കസേരൻ്റെ മുകളിൽ ഇങ്ങനെയൊന്നും ഇളകി. ഇത് 30 വർഷം തൊലി പൊട്ടാതെ ആ സഖാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും DYFIയും. കോടിയേരി മരിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്തിനാ വന്നതെന്ന്. എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ. സ്വന്തം അമ്മ മരിച്ചപ്പോൾ ചിതയ്ക്ക് തീ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭരണകൂടം ഉണ്ടാക്കി വെച്ച ദുരന്തമാണത്. മുലപ്പാൽ മുട്ടി താരാട്ടുപാടി വളർത്തിയ സ്വന്തം മകൻ കിടക്കുമ്പോഴാണ്. എന്നിട്ട് പുഷ്പേട്ടനെ കൊണ്ട് അമ്മയെ ഇങ്ങനെ പൊന്തിച്ച് ആ ചടത്തിന് ഉമ്മ പൊപ്പിച്ചതാണ്. വേദന സഹിച്ചിട്ടു. അതായിരുന്നു പുഷ്പൻ. അങ്ങനെ അവിടെ ചെന്ന് കണ്ടു. കുറച്ചെങ്കിൽ ഞാൻ പോകുന്നു വന്നു. അപ്പോൾ സഖാവ് അന്നത്തെ DYFIയുടെ സഖാവ് ചോദിച്ചു, പുരുഷ ചോദിച്ചു, ഇക്കേ പരിചയമില്ലേ? അമ്മ ഇല്ലാണ്ട് റേഡിയോ കേൾക്കുന്നപ്പോഴേക്ക് ഞാൻ എത്ര നാടകം കണ്ടു, പടനിലം കണ്ടു, ചിരന്തനയുടെ. അന്ന് എന്നോട് ചോദ്യം എന്നിട്ട് അതിലൊരു കൊടയില്ലേ കൊടുക്കുക ചോദ്യമാണ്. അതൊക്കെ ഒരു മാറ്റങ്ങളും ഇല്ലാതെ ഇങ്ങനെ പറയാം, ഒറ്റ കുലുക്കമില്ലാതെ എല്ലാ ആരോഗ്യമുള്ള ഒരാൾ പറയുന്നത് പോലെ എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഒരുട്ട് കണ്ണീരെൻ്റെ പ്രിയപ്പെട്ട പുഷ്പൻ്റെ നെറ്റിത്തറത്തിൽ വീണപ്പോൾ എന്നോട് പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞൊരു കാര്യമുള്ള സഖാക്കളെ, മറക്കില്ല, എൻ്റെ മരണം വരെ ഞാനത് മാറില്ല. ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് എൻ്റെ ഉയിര് പോകുന്നത് വരെ അത് ഒരൊറ്റ വർത്താനമാണ്.
എന്താണെന്നറിയോ? സഖാവി ഇവിടെ വന്ന് കരയരുത്, കരഞ്ഞാൽ ഞാൻ ചത്തുപോകും. നിങ്ങളൊക്കെ ഒന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ചാൽ ജീവിക്കും ഈ പുഷ്പൻ ഇനിയും ഒരുപാട് കാലം. മുദ്രാവാക്യത്തിൻ്റെ ഒരു മൃതസഞ്ജീവനിയുടെ ഔഷധവീര്യമുണ്ട്. അറിയേണ്ട സഖാക്കൾ, ഈ രാജ്യത്ത് നടന്ന എല്ലാ പോരാട്ടത്തിൻ്റെയും ഭഗതിന് തൂക്കുകരത്തിലേറുമ്പോഴും വിളിച്ച മുദ്രാവാക്യം ഇൻകുലാബ. അന്ത്യസൂര്യൻ മടങ്ങുമ്പോഴും ഈ രാജ്യത്തിലെ, ലോകത്തിലെ, വോൾഗയിലെ നദീതീരങ്ങളിലെ കരിങ്കൽ തൊഴിലാളികൾ, ഈ രാജ്യത്തിലെ പണിയെടുക്കുന്നവൻ, പണിയാളൻ, സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ സമരഭൂമിയിൽ പടഞ്ഞ് ഇവിടെ ഒക്കെ വിളിച്ചതും ഈ മുദ്രാവാക്യമാണ്. അന്തവും ആദിയുമില്ലാത്ത, അനന്തമില്ലാത്ത പ്രപഞ്ചത്തിന്റെ മാറ്റ ചരിത്ര ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന മഹത്തായ ചിന്തയുടെ വിളിയായി ഇൻകുലാബ്. ആ ഇൻകുലാബ് വിളിച്ചിട്ട് 6 പേർ മരിച്ചത് അമ്മയെന്ന് വിളിച്ചിട്ടല്ല, ദൈവമേ എന്ന് വിളിച്ചിട്ടല്ല, അയ്യോ എന്ന് പറഞ്ഞിട്ടല്ല, ഇൻകുലാബ് എന്നൊരു വല്ലാത്ത മുദ്രാവാക്യം. അതിന്റെ അനശ്വരതയുടെ പേരാ കൂത്തുപറമ്പ്. ഇപ്പോ സഖാബ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈ വേളയിൽ കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയമുണ്ട്. കേരളം നിലനിൽക്കണമോ വേണ്ടയോ? നമ്മുടെ ഗ്രാമതലങ്ങളിൽ വികസനം ഉണ്ടാകണമോ ഇല്ലയോ? കുറിവച്ച വീട് പൂർത്തീകരിക്കണമോ? ബാക്കി വന്ന പാലം പണിയണമോ? നമ്മുടെ വീടുകൾ പൂർത്തിയാക്കണമോ? വഴികൾ പൂർത്തിയാക്കണമോ? നമ്മുടെ അംഗനവാടികൾ ശോഭനയോടെ മുന്നോട്ട് പോകണമോ? ചെയ്തു വെച്ചതൊക്കെ നിലനിർത്തി പുതിയതൊക്കെ നേടണോ? അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സെമി ഫൈനൽ. 2026 വരാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നാൽ 2500 രൂപ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ ഈ നാട്ടിലെ മണ്ണിൻ്റെ മക്കളുടെ പ്രത്യാശാസ്ത്രമായ ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വരണം എന്ന് ശംഖുലി മുടക്കുന്നത് ഈ ത്രിതല പഞ്ചായത്തിലെ 9ഉം 11ഉം കഴിഞ്ഞ് 13-ാം തീയതി പ്രഖ്യാപനം വരുമ്പോൾ അനന്തമായ പോരാട്ടത്തിൻ്റെയും മാറ്റത്തിൻ്റെയും വിളംബരമുണ്ടാവണം ഈ മണ്ണിൽ. നേരത്തെ സഖാവ് പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനല്ല നമ്മൾ ചോദിക്കേണ്ടത്. ജന്മിത്തം കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ലല്ലോ. നിങ്ങളതിനെ കണ്ടിക്ക ജന്മീന ഇല്ല. ചെരുപ്പിടാതെ നടന്ന അച്ഛനെ കണ്ടിട്ടുണ്ടാ? മീശയുടെ മുക്കിൻ്റെ മീശ വെക്കാത്ത അച്ഛനെ കണ്ടിട്ടുണ്ടാ? റാവുക്ക തരിച്ച അമ്മേനെ കണ്ടിട്ടുണ്ടാ? അന്ന് ഇല്ലാലോ, സംഭവിച്ചിട്ടില്ലാലോ. ഇന്നതല്ലേ ഇല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. മറക്കുട ഏന്തിയത് കൊണ്ടാ പെണ്ണ് മറച്ചത്. പാട്ടത്തിന് തെങ്ങിന് നികുതി, കരക്ക് നികുതി, വയലിന് നികുതി, കെട്ടിട നികുതി. പക്ഷേ നികുതി വാങ്ങിയ ഒരു സ്ഥലമുണ്ട് പെണ്ണിൻ്റെ മാറിനും. അമ്മിഞ്ഞക്കി, ഞാനും നിങ്ങൾ കൂടി അമ്മിഞ്ഞക്കി നങ്ങേലി എന്ന പെണ്ണിനോട് നാടുവാണരജൻ വന്നിട്ട് നിന്റെ മുലക്കരം വേണം. എന്തിനാ മുലക്കര? അത് വേണം. അത് തമ്പ്രാൻ പഠിച്ചതല്ലല്ലോ, പ്രകൃതിയും കാലവും പഠിച്ചതല്ലേ. ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവം കൊടുത്തതല്ലേ. അതിന് നികുതി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നും നെല്ലിന്റെ കതിർ കൊയ്ത നങ്ങേലി അമ്മ ഒന്ന് കൊയ്തെടുത്തു അവളെ മാറിടം. അത് വീണ ചോരയായി ഈ കേരളം. അതായി കേരളം. മറന്നു പോകരുത്, ഓർമ്മയുണ്ടാവണം കൂട്ടരെ. പലരും പൊരുതിയ മണ്ണിന്റെ ചരിത്രഗന്ധമെഴുതിയ ചോരയിൽ വിരിഞ്ഞ ഈ പൂങ്കാവട പൊന്നുடைய മറക്കരുത്, ഓർമ്മയുണ്ടാവണം കൂട്ടരെ. അങ്ങനെ ഒരു ഓർമ്മയുണ്ടാവണം. ഇല്ലെങ്കിൽ അത് വലിയ അപകടമാണ് അല്ലേ. അത് നാടകങ്ങൾ വന്നില്ലേ? മരക്കുടക്കുള്ളിലെ മഹാമരകം. നിങ്ങളെ പേരിലൊരു നാടകം ഹിന്ദുമതി. KT മുഹമ്മദ് എന്ന മഹാഗുരുനാഥൻ, ഇത് ഭൂമിയാണ്. നാടകത്തിലൊരു പാട്ട്, കയ്യിൽ പിടിക്കുന്ന കൈകൾ ഉയരും. എല്ലാരും പറഞ്ഞു മണ്ടൻ വെഡ്ഡി, അതൊന്നും നടക്കൂല. ഇപ്പൊ എത്ര ശതമാനം എൻ്റെ കുഞ്ഞുമോള് ദീപ സ്ഥാനാർത്ഥിയാണ് അല്ലേ? കയ്യിൽ പിടിക്കുന്ന കൈ ഉയരുക അല്ലേ? പണ്ടത്തെ പോലെ പ്രസിഡന്റ് ആയ പെണ്ണിനെ പോയിട്ട് എടിയൊന്നും വിളിച്ചുകൂടെ പഞ്ചായത്ത് ആഫീസിൽ സാറേന്ന് വിളിക്കണോ അല്ലേ? എന്തൊരു മാറ്റാന്ന്. നേരത്തെ കുട്ടി പൈസ ഇട്ടിട്ടാ അല്ല, വീട് കൊടുത്ത് പൊരുതിയതാ, തൊഴിൽശാലയിലേക്ക് പോയിട്ടാ, നാടകം കളിച്ചിട്ടാ. ഇങ്ങനെയാ, വലിയ മാറ്റമല്ലേ അല്ലേ? അപ്പൊ ജന്മി നമ്മൾ കണ്ടിക്കില്ല അല്ലേ? കത്തിയ തല കൊണ്ടും പൂമുല കൊണ്ടും കൂത്താടാൻ പോരുന്നോ ചോരക്കണ്ണ എന്ന് ചോദിച്ചതായി കേരളം. അങ്ങനെയാ നമ്മൾ മാറിയത് അല്ലേ? പിന്നെന്തൊക്കെ മാറ്റം ഉണ്ടായി?
45 ഉറുപ്പ് തന്നപ്പോൾ മൺമറിഞ്ഞു പോയ മണിമംഗലത്ത് കുട്ടിയാലി സാഹിബ് എൻ്റെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, കള്ളു കുടിച്ച് ഛർദിച്ച് അങ്ങാടി പറമ്പ് വൃത്തികേടാക്കാൻ നായനാറ് ചെയ്തു വെച്ച ഒരു വൃത്തികേട്. നായനാർ അസംബ്ലിയിൽ നിന്ന് മനോഹരമായ 2 കാര്യം പറഞ്ഞു. നേരത്തെ സഖാ പറഞ്ഞു, കൂടാതെ കരുണാകര, നീ ഗുരുവായൂരപ്പന് നേദിക്കുന്ന നെല്ലുണ്ടല്ലോ, അത് വിതച്ച് വിളകൊയ്തത് ഈ പാവങ്ങളാണ്. എല്ലാ ദൈവങ്ങൾക്കും നിങ്ങൾ കൊടുക്കുന്ന ജലമുണ്ടല്ലോ, തീർത്ഥം, അത് പിഴയന്റെ വിയർപ്പ് വീണ കിണറ്റിലെ വെള്ളം. എന്നിട്ട് സഖാവ് നായർ വൈകാരികമായി പറഞ്ഞു, അന്തിനേരത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നാട് ചുറ്റി വരുമ്പോൾ ഇരുമ്പരിയുടെ കഞ്ഞിവെള്ളം ആറ്റിലാക്കി വറ്റി ഞങ്ങൾക്ക് വെച്ച് മുണിഞ്ഞു കത്തുന്ന വിളക്കിൻ്റെ കീഴെ കൂരയിൽ അരിവാളി രാഗമിനുക്കി ഞങ്ങളെ കാത്ത ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഇത് കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ചരിത്രത്തിൻ്റെ നീതിയായി മാറുന്നൊരു കാലം വരും. കരുണാകര, മാറിയില്ലേ? 1900 ഉറുപ്പ് വർദ്ധിപ്പിച്ചത് ആരാപങ്ങളെ? നിങ്ങളിങ്ങനെ ഈ കൊടിക്ക് പിടിച്ച് മന്ത്രിച്ച പോലെ കുത്തിരിക്കണം. ചോദിക്കുന്നതിന് ഉത്തരം മതി. 2 ഉമ്മാനാണെങ്കിൽ ഞാൻ സ്റ്റേജിൽ നിന്ന് പോകില്ല. 1900 ഉറുപ്പ് വർദ്ധിപ്പിച്ച ആരാ? ഉറക്കപ്പറം വോട്ട് പിടിക്കാൻ പോകുമ്പോ നമ്മുടെ ഗവൺമെന്റ് അല്ലേ 100 ഉറുപ്പ് പോലും വർദ്ധിപ്പിച്ച് തന്നിനാ? ഇല്ല. പിന്നെ എപ്പോഴാ കിട്ടിയത്? നമ്മൾ വന്നാലും എത്രയല്ലേ? 2016 കണ്ണ് കാണാത്ത ഉമ്മാമാക്ക് കുഞ്ഞനിങ്ങനെ തുപ്പൽ കൂട്ടി ബിസ്മി കൂട്ടിയാ കിട്ടിയ 5000 ഉറുപ്പിയ. അന്നേരമാണ് കുട്ടക്കെട്ടുകൾക്ക് നിൽക്കാക്ക വന്നിട്ട് അടിപൊളി ചിലക്കാണ്ട് പോകുന്നു പറഞ്ഞു ഉമ്മ ഇല്ലേ. ഇപ്പൊ മെന്നാന്ന് 2000 കിട്ടിയപ്പോ മോക്കൊരു കമ്മീസ് കിടക്കുന്ന പുറത്താവിനുണ്ടെങ്കിൽ ഒരു 100 പൈസ അല്ലേ, ബാക്കി 1900 തന്നെ. എൻ്റെ മരുന്ന് നിർത്തിയ വില നിൽക്കുന്നത് അടിക്കുന്നതിന് 900. എൻ്റെ മൂക്ക് കാണിച്ചു കൊടുത്തിരിക്കുക 960 ഉറുപ്പിയ. എന്നാണ് 2000 കിട്ടിയപ്പോൾ 1900 1050 പിന്നെയും ബാക്കി. ഈ നോക്കണങ്ങൾ 2500 കിട്ടിയാൽ ഞാനിപ്പോൾ റിട്ടയർഡ് ചെയ്ത കലാകാരനാണ്, നാടകമൊന്നുമില്ല ഇപ്പോൾ. എന്നിട്ട് മരുന്ന് വാങ്ങാൻ വിഷമില്ല. എങ്ങനെയാ മാറിയെന്ന്? എന്താ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ചോറ് വെച്ചു കൊടുക്കുന്ന അമ്മമാരൊന്ന് കൈകൊണ്ടിക്ക് കൂത്തപ്രാപ രക്തസാക്ഷികളെ മുമ്പ് കളവ് പറയുന്നത്. നിങ്ങളിപ്പോൾ മക്കൾക്ക് ചോറ് വെച്ചു കൊടുക്കണ്ട. എന്താ സ്കൂളിലുണ്ട് തൈരും മോരും പാലും ചോറും അല്ലേ? പണ്ടൊക്കെ മുത്താച്ചിയുടെ ആടെ പോവുകയാണ് കുഞ്ഞും വിഷുവിന് ഒരു ടൗസറിന്റെ തുണി കിട്ടിയ. ഇപ്പം പോകണോ? 4 സെറ്റ്. എത്ര സെറ്റ്? ഇപ്പൊ 2 സെറ്റാ? 2 സെറ്റ്. 10 ഉറുപ്പിക ചെലവുണ്ടാ അല്ലേ? അപ്പൊ പിന്നെ ത്രിതല പഞ്ചായത്തിൽ നിങ്ങളെ വോട്ടാർക്കാ? നിങ്ങളോട് വർത്താനം പറയുന്നില്ലേ? ഇവർ വന്നിട്ട് ഒരു വോട്ട് ഞാക്ക് തരണം. ചതിയല്ലത്, ഈറ്റള വർഗ സ്വഭാവമല്ലത്. കൂടെ വന്നിട്ട് കാല് മാറുക. നമ്മൾ ഒരു വോട്ട് കൊടുക്കില്ല. നമ്മൾ 3 വോട്ട് അടുത്ത പക്ഷത്ത് ചെയ്യും. അതിൽ ഒരുപാട് നിൽക്കതുണ്ട്, അതിൽ RJDയുടെ ചിഹ്നമുണ്ട്, അതിൽ നമ്മളെ ചിഹ്നമുണ്ട്. വർഗബോധത്തിന്റെ നമ്മളതിനെ ചെയ്യും. എന്താ കാരണം എന്നറിയോ? അവർ വരണം. പ്രളയം വന്നപ്പോൾ നിങ്ങൾ കോൺഗ്രസ് സാറോട് ചോദിക്കട്ടെ, വയനാട്ടിലെ വീടെത്രയാണ് ചത്ത് മലച്ച് ശരീരങ്ങൾ ദ്രവിച്ചു പോയ ജനങ്ങളെ ഫോട്ടോ വെച്ച് ഉളുപ്പില്ലാണ്ട് പൈസ പിരിച്ച് പൊട്ടടിച്ച് മാങ്കൂട്ടമെന്ന ബാക്കി പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ കുട്ടീനെ തന്നെ നീ പ്രസവിക്കണം എന്ന് പറഞ്ഞ ചങ്ങാതി, നീ ടോണിയും താങ്ങി നടക്കാൻ ഒരാണും പെണ്ണും കേട്ട MP ഇപ്പോ പെണ്ണു നമ്മളെ ചരിത്രത്തിന് പറ്റിയ ഏറ്റവും വലിയ, അതും വടകരയുടെ വംശീയത്തിന്റെ ചരിത്രം എഴുതുന്ന മണ്ണിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ ഒരു 6 വാഷളനെ ഇന്ത്യൻ പാർലമെന്റിലേക്കേണ്ടി വന്നത്. അതാ നമ്മളെ നാടിന്റെ ഒരു ഗതികേട്. ആ ഗതികെട്ട നാടിന്റെ മുമ്പിലെ സൂര്യോദയത്തിന്റെ പേരാണ് കൂത്തുപറമ്പ് അപരന്മാർ. ആ സഖാക്കളുടെ ഓർമ്മദിനം പുതുക്കുമ്പോൾ നടക്കും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്റെ പ്രിയ സഖാക്കളെ, കഴിഞ്ഞതിനേക്കാൾ ഇരട്ടി വേഗതയിൽ ഉന്നതമായ വിജയം നേടി നമ്മൾ എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ജയിച്ചു മുന്നേറി വരാനിരിക്കുന്ന 2026 വിജയ വിളംബര കാഹളം മുഴക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ ത്രിതല പഞ്ചായത്തിനെ മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുൻപ് പറഞ്ഞ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പൂർണ്ണതയിൽ ഈ സഖാക്കൾ പ്രസംഗിക്കും. പഴയതുപോലെ ആരോഗ്യവും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഉശില് പറഞ്ഞു തീർത്തതാണ്. തെറ്റായി വല്ലതും പറഞ്ഞെങ്കിൽ എൻ്റെ സഖാക്കൾ ക്ഷമിക്കുക. നേര് പറഞ്ഞത് കതിരായി കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് അമരത്വത്തിലെ സൂര്യ തേജസ്സായി കാലചരിത്രത്തിന്റെ അനന്തതയിൽ നിന്ന് നമ്മളെ നോക്കി ഇൻകുലാബ് മളിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഓർമ്മ പുതുക്കുന്ന മണ്ണിൽ പുതിയ വിപ്ലവ സൂര്യോദയത്തിന്റെ പിറവിക്കായി നമുക്ക് പടപൊരുതാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനശ്വര വിപ്ലവകാരി കൃഷ്ണപിള്ളയുടെ ഒരു വാക്ക് ആദരവോടെ കടമെടുത്തുകൊണ്ട് സഖാക്കളെ മുന്നോട്ട്. നന്ദി, നമസ്കാരം. ഇടതുപക്ഷ മുന്നണി ഈ കേരളത്തിൽ അധികാരമേറ്റ ഉടനെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു,
ഈ ഇടതുപക്ഷ മുന്നണി അധികാരം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ ചോർന്നൊലിക്കുന്ന കുടിലുകളില്ലാത്ത തന്റെ മക്കളെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പാകത്തിലേക്ക് വീടുകളില്ലാത്ത ഒരു കുടുംബം പോലും അവശേഷിക്കില്ലെന്ന ധീരമായ പ്രഖ്യാപനം നമ്മൾ നടത്തി. പ്രഖ്യാപനം മാത്രമായിരുന്നോ? ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാന